നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് കടുത്ത ശിക്ഷാ നടപടികൾ വിധിക്കുന്ന ഗൾഫ് രാഷ്ട്രമാണ് സൗദി അറേബ്യ. അതിപ്പോൾ പ്രവാസികളെന്നില്ല, സ്വദേശികളെന്നില്ല. ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും കൂടാതെ തന്നെ നടപടിയുണ്ടാകും. അത്തരത്തിൽ തന്ത്രപൂർവമായി യുവാവിനെ വിളിച്ചു വരുത്തി തീ കൊളുത്തി കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയുടെ വധശിക്ഷ ശരിവെച്ചിരിക്കുകയാണ് ജിദ്ദ അപ്പീൽ കോടതി. വിചാരണ പൂർത്തിയാക്കിയ ജിദ്ദ ക്രിമിനൽ കോടതി പ്രതിക്ക് വധശിക്ഷ വിധിച്ചിരുന്നു. ഇതിനെതിരെ പ്രതി നൽകിയ അപ്പീൽ തള്ളിക്കൊണ്ടാണ് ജിദ്ദ അപ്പീൽ കോടതി വധശിക്ഷ ശരിവെച്ചത്. സൗദിയിൽ കടുത്ത ജനരോഷത്തിന് ഇടയാക്കിയ സംഭവമായിരുന്നു ഈ കൊലപാതകം. 1.5 മാസം മുൻപാണ് ഈ നിഷ്ഠൂരമായ കൊലപാതകം രാജ്യത്ത് നടന്നത്. സൗദി യുവാവ് ബന്ദർ അൽ ഖർഹദിയെയാണ് സുഹൃത്തും സഹപ്രവർത്തകനുമായ മറ്റൊരു യുവാവ് തീ കൊളുത്തി കൊലപ്പെടുത്തിയത്. സൗദി എയർലൈൻസ് ജീവനക്കാരനായിരുന്ന ബന്ദർ അൽ ഖർഹദിയെ സുഹൃത്ത് തന്ത്രപൂർവ്വം വിളിച്ചു വരുത്തി കാറിനകത്ത് അടച്ചിട്ട് പെട്രോൾ ഒഴിച്ച ശേഷം വാഹനത്തിന് തീ കൊളുത്തുകയായിരുന്നു. ഗുരുതരമായി പൊള്ളലേറ്റ യുവാവ് കാറിനുള്ളിൽ വെന്തു മരിക്കുകയായിരുന്നു. മരണവെപ്രാളത്തിൽ പിടയുന്നതിനിടെ താൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് വിളിച്ചു ചോദിച്ച ബന്ദർ അൽ ഖർഹദി കരയുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. കൂട്ടുകാരനെ കൊലപ്പെടുത്താൻ പ്രതിയെ പ്രേരിപ്പിച്ചത് എന്താണെന്നത് വ്യക്തമല്ല. എന്നാൽ ഇരുവരും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് പ്രതിയുടെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. യുവാവിനെ കൊലപ്പെടുത്താൻ ഉദ്ദേശിച്ചിരുന്നില്ലെന്നാണ് അപ്പീലിൽ പ്രതി വാദിച്ചിരുന്നത്. എന്നാൽ ഈ വാദം കോടതി തള്ളുകയായിരുന്നു. അതേസമയം വധശിക്ഷ അപ്പീൽ കോടതി ശരിവെച്ചതിൽ സംതൃപ്തിയുണ്ടെന്ന് ബന്ദർ അൽ ഖർഹദിയുടെ പിതാവ് ത്വാഹ അൽ അർഖർദി പറഞ്ഞു. അതേസമയം ഖത്തറിൽ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പ്രതിക്ക് ശിക്ഷയിൽ ഇളവ്. അപ്പീൽ കോടതിയാണ് വധശിക്ഷയ്ക്ക് പകരം 15 വർഷത്തെ തടവിന് ഉത്തരവിട്ടത്. വർഷങ്ങളായി മാനസിക പ്രശ്നങ്ങൾക്ക് ചികിത്സ തേടുന്നയാളാണ് പ്രതിയെന്ന വ്യക്തമാക്കുന്ന രേഖകൾ സഹിതം അപ്പീൽ നൽകിയിരുന്നു. കോടതിയുടെ അന്വേഷണത്തിൽ പ്രതി മാനസിക രോഗിയാണെന്ന് വ്യക്തമായി. പ്രതിയുടെ ഡോക്ടറുടെ മൊഴിയും കോടതി പരിഗണിച്ചു. അമ്മയെ കൊലപ്പെടുത്തിയതിന് പിതാവിന് വധശിക്ഷ നൽകണോ വേണ്ടയോ എന്ന് തീരുമാനമെടുക്കാനുള്ള പ്രായം പ്രതിയുടെ മകന് ഇല്ലെന്നതും ശിക്ഷയിൽ ഇളവ് ലഭിക്കാൻ കാരണമായി. വാക്ക് തർക്കത്തിനിടെ റോഡിലെത്തി ടാക്സിയിൽ കയറാൻ ശ്രമിച്ച ഭാര്യയെ പ്രതി തലയ്ക്ക് വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. കേസിൽ നേരത്തെ ക്രിമിനൽ കോടതി വധശിക്ഷയും 2,60,000 റിയാൽ പിഴയുമായിരുന്നു വിധിച്ചിരുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.